ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയിലേക്ക് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച് വന്നിരുന്നത്. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി, പ്രാർത്ഥനയുടെ സവിശേഷതയെപ്പറ്റി, പ്രാർത്ഥനയുടെ ശക്തി വിശേഷത്തെപ്പറ്റി ഏതാനും നിമിഷം വിചിന്തനം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മളോടൊക്കെ പലരും പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ല ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതിൽ രോഗികൾ, ആശുപത്രികളിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, ഓപ്പറേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങളുള്ളവർ, സാമ്പത്തിക പ്രതിസന്ധികളുള്ളവർ ഒക്കെ നമ്മളെ കാണുമ്പോൾ പറയും പ്രാർത്ഥിക്കണമെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ വാക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിയോടല്ല വാക്ക് കൊടുത്തത്, കർത്താവായ യേശുവിനോട് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം നീക്കി വെക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിനാഴികൾ ചെലവഴിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ലോകത്തിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം വിശുദ്ധ കുർബാനകൾ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പരിശുദ്ധ കുർബാനയെ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർ ആ നിമിഷം തന്നെ ഏതെങ്കിലും ഒരു വൈദികൻ കാസായും വിലാസായും ഉയർത്തി സർവശക്തനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കാഴ്ചവെക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ആ കാഴ്ച വസ്തുക്കളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആര് എപ്പോൾ എവിടെ നിന്ന് ആവശ്യപ്പെട്ടാലും നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയിലേക്ക്, ആ ദൈവികാരുണ്യത്തിലേക്ക് ബലിവസ്തുവിനോട് ചേർത്ത് വെച്ച് നമുക്ക് ആ നിമിഷം സമർപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചിന്ത, നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും എത്രയോ പ്രാവശ്യങ്ങളിൽ പുരോഹിതൻ നമ്മളെ ആശീർവദിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ച് അല്ലാതെയൊക്കെ വിവിധ സമയങ്ങളിൽ നമ്മളെ ആശീർവദിക്കുന്നുണ്ട്. ഈ ആശീർവാദം ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായി മാറ്റുവാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ നിമിഷം നമ്മളൊന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്. കാരണം യേശുക്രിസ്തു സ്ഥലകാല പരിമിതികൾക്ക് അതീതനായ ദൈവമാണ്. ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിക്കുന്നത് ലോകം മുഴുവന് വേണ്ടിയാണ്. ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഓരോ കുർബാനയിലും പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ ഞാൻ പറയും, ഈശോയെ, എൻ്റെ മക്കൾ അല്ലെ എൻ്റെ കുടുംബാംഗങ്ങൾ അവർ വിവിധ ദേശങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുക. ഈ ആശീർവാദം, ഈ നിമിഷം നീ അവരിലേക്ക് എത്തിച്ച് അവരെയും ആശീർവദിക്കണമെന്ന് ഓരോ ആശീർവാദത്തിൻ്റെ സമയത്തും ഞാൻ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആശീർവാദം നമ്മളിലേക്ക് ലഭിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ നമ്മുടെ മക്കളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആരെയും യോഗം വെക്കുന്നോ അവരിലേക്ക് അത് ചെന്ന് പതിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മളുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അകലെ താമസിക്കുന്നവർ, നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് അകന്നു കഴിയുന്നവർ, തെറ്റുകളിൽ, തിന്മകളിൽ, പാപസാഹചര്യങ്ങളിലൊക്കെ മുഴുകിക്കഴിയുന്നവർ, ഒരുപക്ഷെ നമ്മൾ അവരെ ഓർത്തൊക്കെ വിഷമിക്കുകയും വേദനിക്കുകയും അവരുടെ ആത്മനാശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യാറില്ലേ? ഞാൻ പറയുകയാണ്, ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, അസാന്മാർഗികതയെ ജീവിക്കുന്നവർ, തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ, അവരെല്ലാം നമുക്ക് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശുവേ, ഈ നിൻ്റെ ലക്ഷ്യങ്ങൾക്കും ചിന്തകൾക്കും നിൻ്റെ നിർദ്ദേശങ്ങൾക്കും നിൻ്റെ കൽപ്പനകൾക്കും ഒക്കെ വിരുദ്ധമായിട്ട് ജീവിക്കുന്ന നിൻ്റെ ഈ പ്രിയപ്പെട്ട മകനെ അല്ലെങ്കിൽ മകളെ ഈ നിമിഷം നീ ആശീർവദിച്ച് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അതിന് ഫലം കാണും.
ഫലം കണ്ടതായ നിരവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ വിനാഴികളിൽ ചിന്തിക്കേണ്ടത്, ഓരോ പരിശുദ്ധ കുർബാനയിലും ആശീർവാദ വേളയിൽ, പ്രത്യേകിച്ച് സമാപനാശീർവാദത്തിൽ നമ്മൾ ശിരസ് നമിച്ച് പുരോഹിതൻ നമ്മളെ ആശീർവദിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ നമ്മൾ അവരെ ഭാവനയിൽ കണ്ട് അവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെ ആശീർവദിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് ഈ ആശീർവാദം പതിക്കുന്ന നിമിഷത്തിൽ അവരിലേക്കെല്ലാം ഈ ആശീർവാദം കടന്നു ചെന്ന് നമ്മുടെ ഓരോ ബലിയർപ്പണവും പരിപൂർണതയിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന കർത്താവായ യേശു തൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞത്. ഈശോ പറഞ്ഞു, ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. ഓരോ പരിശുദ്ധ കുർബാനയും ആത്മാക്കളുടെ രക്ഷയ്ക്ക്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക്, പാപികളുടെ മാനസാന്തരത്തിന്, രോഗികളുടെ സൗഖ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് ബോധപൂർവം മാറ്റാൻ കഴിയുകയും ആ നിമിഷം അത് ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഈ എൻ്റെ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഇനി നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സ്വീകാര്യരായവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് അകന്നു കഴിയുന്നവരെല്ലാം നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് അവരെ ഓരോരുത്തരെ നേടിയെടുത്ത് അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ, എൻ്റെ ഈ ചിന്തകൾ ഞാനിവിടെ വിരാമമിടുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.